ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട്. ആദ്യമായി ഞാനിങ്ങനെ കിച്ചണിൽ ഇരിക്കുമ്പോൾ അവൻ വന്നിരിക്കും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിന്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിന് നോ പറയാൻ പറ്റിയില്ല. അതെന്റെ മിസ്റ്റേക്കാണ്. ആദ്യത്തിലൊക്കെ ഞാൻ കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് അവൻ അടുത്ത് വന്നിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പല തരത്തിലുള്ള അഭിഹിതങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? പലതരത്തില് ഭാര്യ വേറെ ആളിനോടെ പോയി, ഭർത്താവ് വേറെ സ്ത്രീയോടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുള്ള അഭിഹിതങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു അമ്മായിയമ്മയും മരുമകനും തമ്മിലുള്ള അഭിഹിതം ഞാൻ എൻ്റെ അറിവിൽ എൻ്റെ കേട്ടതായ ഓർമ്മ എനിക്കില്ല. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു അഭിഹിതം കേട്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ കേട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു അഭിഹിതം ഞാൻ കേട്ടപ്പോൾ തന്നെ ഞാൻ ഒരു സെക്കൻഡ് സ്റ്റക്കായി. ഇതെന്നാ അഭിഹിതം? അമ്മായിയമ്മയും മരുമകനോ? അത് അമ്മയും മകനും എന്നുള്ള രീതിയിലുള്ള ഒരു റിലേഷൻ അല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു ഇങ്ങനെ സ്റ്റക്കായിരിക്കുമായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമിന സിത്താര എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ട് അവര് ലൈഫിൽ അവരുടെ മകൾ അവർ മാത്രം ജീവിച്ചു പോവുകയായിരുന്നു. അവരുടെ ഭർത്താവ് ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അതായത് ഇവരുടെ നല്ല പ്രായത്തിൽ മരിച്ചുപോയി. പിന്നെ മകൾ ഒറ്റയ്ക്ക് വളർത്തി വരുന്ന ഒരു ഉമ്മയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു കല്യാണം ആ മകൾക്ക് ഉമ്മ നടത്തി കൊടുത്ത് അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോയി. കാരണം പയ്യൻ അത്യാവശ്യം റിച്ചും കാര്യങ്ങളും തന്നെയായിരുന്നു, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവനായിരുന്നു. അത്യാവശ്യം നന്ന അടിപൊളിയായിട്ട് ഫാമിലി പോയി. ഇതില് ആ മരുമകന് ഭാര്യയെക്കാളും ഉമ്മാന്റെ അടുത്തായിരുന്നു സ്നേഹം. ഉമ്മാന്റെ അടുത്ത് ഓവർ സ്നേഹമായിരുന്നു. ഭയങ്കര സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ലെവൽ സ്നേഹം. അങ്ങനെ മകളും സന്തോഷിച്ചു. നല്ലൊരു ഭർത്താവിനെയും കിട്ടിയ, ഉമ്മാക്ക് നല്ലൊരു മരുമകനെയും കിട്ടിയ എന്നുള്ള ഹാപ്പിയിലായിരുന്നു മകള്. അങ്ങനെ എനിക്ക് ഈ സ്നേഹം 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ സ്നേഹം കുറയുന്നില്ല, കൂടി വേറെ ലെവല് സ്നേഹമായി. സ്നേഹബന്ധം നല്ല അടിപൊളി ബന്ധങ്ങളിലോട്ട് പോവാൻ സാധ്യതയായി. അങ്ങനെ വഴിവിട്ട ബന്ധത്തിലോട്ടും ആ സ്നേഹബന്ധം പോയി. ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വഴിവിട്ട ബന്ധത്തിലോട്ട് പോയപ്പോഴും ഈ ഉമ്മ അതിൽ സമ്മതിച്ചു. അതവർ ചെയ്ത തെറ്റ് തന്നെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നിട്ട് ഇനി വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് വേറെ സത്യം. എന്തായാലും ഇതിനെപ്പറ്റി നമ്മുടെ സൈക്കോളജിസ്റ്റ് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. പാടൂലാത്ത കുറെ സാധനങ്ങൾ നടന്നു എന്ന് മാത്രമല്ല, 2-3 വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട്. ആദ്യമായി ഞാനിങ്ങനെ കിച്ചണിൽ ഇരിക്കുമ്പോൾ അവൻ വന്നിരിക്കും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിന് നോ പറയാൻ പറ്റിയില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. ആദ്യത്തിലൊക്കെ ഞാൻ കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് അവൻ അടുത്ത് വന്നിരിക്കും, ആ തണേൻ്റെ മേലെ കയറിയിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം എനിക്കും അതൊരു എന്താ പറയുക, എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു ഹസ്ബൻഡിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അവനങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കമ്പനി ഞാനും എൻജോയ് ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ മാറി, ഇങ്ങനെ എന്നെ കൂട്ടിപ്പിടിക്കുകയും പിന്നെ ഭയങ്കരമായി ഒരു ലസ്റ്റൊക്കെ ഉള്ള പോലെ, ഒരു റൊമാൻസ് ഒക്കെ ഉള്ളത് പോലെ ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് വഴി തരാണ്ട് ഞാൻ അങ്ങനെ ഇടിച്ചുരുമ്മി പോകുന്ന പോലത്തെ ഒരു സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും, റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് ഡോറിന് നോക്ക് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് അന്നേരത്തെ ഒരു രീതിയിലേക്ക് ഞാനതത്ര സീരിയസ് ആയി എടുത്തില്ല. പിന്നീട് ഞങ്ങൾ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായ സമയത്തിൽ തന്നെ ഈ ലേഡി പറഞ്ഞിരുന്നത് പാടില്ലാത്തൊരു കാര്യമാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. ഇവർ ഭയങ്കരമായി കരയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഒരു പ്രാവശ്യം ഉണ്ടായിട്ട് ഇനി പാടില്ല, ഇത് പാടില്ല, തെറ്റാണ്, എനിക്ക് കഴിയേണ്ടെല്ലാം കഴിഞ്ഞിട്ട് അവസാനം തെറ്റായി പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയത്. എന്തായാലും ഞാനിവിടെ എനിക്ക് ഈ ഒരു കേസ് കണ്ടിട്ട് ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ലെവൽ മോശമായിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം അമ്മായിയമ്മ മകനെ പോലെ കാണുന്ന അവൻ ചെയ്ത പരിപാടി, ഇതെല്ലാം വിശ്വസിച്ച് സ്വന്തം മകളോട് ചെയ്യുന്ന ക്രൂരതയും കൂടിയാണ് അമ്മ. അത് വേറൊരു ലെവല് സാധനം തന്നെയാണ്. ആ മകളോട് ചെയ്ത് ഇത്രയും വലിയൊരു ക്രൂരത ഇനി ആ മകൾക്ക് ലൈഫിൽ ഈ ഉമ്മ കൊടുക്കാനില്ല. അതാണ് അതിന്റെ സത്യം, മനസ്സിലായോ? അത് വേറെ ഒരു രീതിയിലുള്ള ഒരു കേസാണ്. ഞാൻ മകൾ അനുഭവിക്കാൻ വേറൊന്നും ബാക്കിയില്ല. ആ ഉമ്മ ഇത്രയും കാലം പൊന്നുപോലെ വളർത്തിയിട്ട് ആ മകൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ക്രൂരതമായ ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം. ദാമ്പത്യ ജീവിതത്തിൽ ഇനി ഇതിന്റെ അപ്പുറമൊന്നും വേണ്ട. ആ മകളെ ജീവിതം തൊലഞ്ഞ് മീൻസ് എങ്ങനെ ഇനി ആ ഭർത്താവുമായിട്ട് ഒന്നിച്ചു പോകാൻ സാധിക്കും? ഞാൻ സീരിയസിൽ പറയാണ്. കാരണം ഉമ്മ കണക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല എനിക്കത്. സൈക്കോളജിസ്റ്റ് പറയുന്ന ബാക്കിയേക്കാം. ഇതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഇതേപോലൊരു സെക്ഷൽ ആവശ്യം ഈ മരുമോൻ ചോദിച്ച സമയത്ത് ഉമ്മ നോ പറഞ്ഞു.
ഉമ്മ നോ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായി പൊട്ടി കരഞ്ഞ് കുഞ്ഞു പിള്ളേരെ പോലെ കരയുകയും ഞാൻ ഒന്നും ഫുഡ് കഴിക്കൂല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കുകയും കരഞ്ഞിരിക്കുകയും ജോലിക്ക് പോകാണ്ടൊക്കെ ആയപ്പം എൻ്റെ മോൾ എന്നോട് വന്ന് ചോദിച്ചു, എന്താ പറ്റിയത് കാക്കയ്ക്ക്, എന്താണ് ഉണ്ടായത്, എന്താണ് ഫുഡ് കഴിക്കാത്ത, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെന്തോ ബിസിനസ്സിൽ എന്തോ ടെൻഷനോ കാര്യം എന്തോ ആണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അത്രേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവിച്ചു. അപ്പോൾ ഇവളറിയോ എന്നുള്ള പേടിക്ക് അന്ന് ഞാൻ അതിനും സമ്മതിച്ചു. ഞാൻ സമ്മതിച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ ജോലിക്കൊക്കെ പോയി അവൻ റെഡിയായി. പിന്നീട് ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവളെ പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കുക, ഇവളുടെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തുന്ന പോലെ. അതായത് ഉമ്മ എനിക്കിതിന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോളെ നോക്കൂല, ഞാനൊന്നും ചെയ്യൂല, ഞാൻ ജോലിക്ക് പോകൂല, ഞാൻ പക്ഷേ ആരോടിത് പറയുന്നോ അല്ലെങ്കിൽ ഞാൻ ത്രെട്ടണിങ് ഒന്നുമല്ല. അപ്പം ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഉമ്മേനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യിപ്പിച്ചതൊന്നുമല്ല. ഇവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉമ്മയും ഈ മരുമോനുമായി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഇവരൊരു ഭാര്യ ഭർത്താവിനെ പോലെ ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഉണ്ടായത്. ഒരു 1 month ബാക്ക് ഇങ്ങനെ കുറേ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കുറേ കാലം കണ്ടിന്യൂ ചെയ്ത് പോവുകയും ഇത് നിർത്തണോ എന്നുള്ള രീതിയിലേക്ക് കുറേ സമയം നിർത്താൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഈ അമ്മായിയമ്മ ചെയ്ത് നോക്കിയും പക്ഷെ അതൊന്നും നിർത്താൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വന്നില്ല. അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ മൂക്ക് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ വിചാരിച്ച് ഈ ലേഡി ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ഈ ലേഡീനോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ഹസ്ബൻഡുമായിട്ട് എന്ന് പറഞ്ഞു. അത് എനിക്കറിയില്ല, ഞാൻ അവന് വേണ്ടി നിന്ന് കൊടുത്തു എന്നേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നീട് കുറേ സെഷൻസുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ലേഡി എന്നോട് പറഞ്ഞു കേട്ടോ, ഞാനും എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടാവും മാഡം ചിലപ്പോൾ എപ്പോഴെങ്കിലും, അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു ഭയങ്കര വിഷമം ഉണ്ടാവുന്നത്, അവനോട് എനിക്കൊരു തെറ്റും പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് മെയിൽ ആയാലും എന്തായാലും അവരും അവിടെ എൻജോയ് ചെയ്തു എന്നത് വളരെ വ്യക്തമാണ്, മനസ്സിലായി. അല്ലാണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിനെ തുടർന്ന് ഇങ്ങനെ പോയി നിന്ന് കൊടുക്കും. പിന്നെ ആദ്യം തന്നെ ഫസ്റ്റ് ഈ ഒരു റിലേഷനിൽ കയറിയ സമയത്ത് തന്നെ താല്പര്യമില്ലെങ്കിൽ അത് അന്ന് തന്നെ അവിടെ പ്രശ്നമാക്കി, അത് അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒഴിഞ്ഞു വിടണമായിരുന്നു. എൻജോയ് ചെയ്യാതെ തന്നെ ഇരിക്കൂല, എൻജോയ് നന്നായിട്ട് ചെയ്ത് കാണും, ഓക്കെ വാട്ടെവർ. പക്ഷേ ഇവിടെ അവര് എത്ര എൻജോയ് ചെയ്താലും എന്തൊക്കെ ഇനി ന്യായീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെറ്റ് ആ മകളോടാണ് അവർ ചെയ്തത്. സ്വന്തം ഉമ്മ മകളോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, ഇതിന്റെ അപ്പുറം വേറെ തെറ്റില്ല ആ ഉമ്മ മകളോട് ചെയ്യാൻ, മനസ്സിലായി. അമ്മാതിരി തെറ്റാണ് ചെയ്തത്. ഇത്രയും കാലം ഒരു കല്യാണം പോലും കഴിക്കാണ്ട് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് കെട്ടിച്ച് വിട്ടിട്ട് ആ മരുമകനുമായിട്ട് ഇങ്ങനെ മിസ് റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ ആ മകൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ദുരന്തം പിടിച്ച സമ്മാനമാണ് ആ ഉമ്മ കൊടുത്തത്, അല്ല അതിൻ്റെ അപ്പുറം വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇവൻ കരഞ്ഞ് ഒരുമാതിരി ഡൗൺ ആയിട്ടൊക്കെ ഇരുന്ന് അത് ഇതിനു വേണ്ടിയിട്ടിരുന്നെന്ന് പറയുന്നത് അത് അവൻ്റെ നാടകം തന്നെയാണ്, കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണമായിരുന്നു. എങ്കിലും ഒരിക്കൽ ചവിട്ടിയാൽ പിന്നെ തവണ ചവിട്ടിയാലും കണക്ക് തന്നെ എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി കേൾക്കാം. ഇയാൾ ഒരു മാസം മുന്നേ ഈ മോള് ഡിപ്രഷനിലാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ ഉമ്മയ്ക്ക് അയച്ച ഒരു മെസ്സേജ്, അതായത് ഹസ്ബൻഡ് ഉമ്മയ്ക്ക് അയച്ചൊരു മെസ്സേജ് ഉമ്മേൻ്റെ ഫോണിൽ നിന്ന് മോള് വായിച്ച്. അപ്പോൾ മോള് വിചാരിച്ചു എന്തോ മെസ്സേജ് അയച്ച് എന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തെങ്കിലും ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മോൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നിൻ്റെ മകളെ ഞാൻ ഉപേക്ഷിക്കട്ടെ എന്നിട്ട് നിന്നെ കല്യാണം കഴിക്കട്ടെ പ്ലീസ് എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഭയങ്കര ഒരു മെസ്സേജുകളും ചക്കര അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന നോക്കുമ്പോൾ പ്രായം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ ലേഡിക്ക് നല്ല ഏജൊക്കെ ആയിട്ടുണ്ട്, ഈ മരുമോന് വലിയ പ്രായമൊന്നുമില്ല. അപ്പം ഇവളാകെ അത് പെട്ടെന്ന് കണ്ടപ്പോൾ എന്താ ആദ്യം വിചാരിച്ചു തമാശക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ആകെ എന്തോ ഒരു രീതി. പക്ഷേ ഇവർ തമ്മിൽ സെക്സ് ഉണ്ടായി എന്നുള്ള കാര്യം മോള് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് രീതിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം, എന്തോ ഒരു രീതിയിലേക്കുള്ള ഒരു അടുപ്പം, കൂടുതൽ അടുപ്പം പാടില്ലാത്ത രീതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മോൾക്ക് മനസ്സിലാവുകയും മോള് ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കുകയും കരയുകയും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യിച്ചത്. പക്ഷെ എന്നാലും മോള് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്, മൂടൊക്കെ ഭയങ്കര ലോ. ഞാൻ ആ മോളെ പിന്നെ കാണുന്ന സമയത്ത് അവർ ഭയങ്കര എന്താ പറയുക കണ്ണൊക്കെ ഫുള്ള് നിറഞ്ഞൊഴുകുന്ന പോലെ ഇങ്ങനെ തുളുമ്പി നിൽക്കുക, കരച്ചിലൊക്കെ അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെ. ത്രൂ ഔട്ട് ദി സെഷൻ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ കണ്ണ് നിറഞ്ഞാകെ കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക എന്നൊക്കെ പറയില്ല നമ്മൾ, ചുവപ്പ് കളറായി വീങ്ങി അത്രയും സങ്കടം സഹിക്കാൻ പറ്റാണ്ട ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഉമ്മ ഇല്ലാണ്ട് തീരെ പറ്റില്ല, ഞാനൊരു അക്ഷരം ഉമ്മേനോട് പറഞ്ഞിട്ടില്ല, എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം കുളമാക്കുന്ന ഒരു സാധനം എൻ്റെ ഉമ്മ ചെയ്യൂല. എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഓരോരുത്തരിനോട് കയ്യും കാലും കാണിച്ച് ഓരോ പൈസയ്ക്കൊക്കെ വേണ്ടി ഇരന്ന് ജീവിച്ച പോലത്തെ ഒരവസ്ഥയാണ് ഞങ്ങൾക്കുണ്ടായി. എൻ്റെ ഉമ്മ എൻ്റെ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് വേറെ കല്യാണം കഴിക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ ജീവിതത്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉമ്മ ഒരിക്കലും ഒന്നും ചെയ്യൂല, അതെനിക്ക് അത്രയും ഉറപ്പാണ്. എന്താ സംഭവിച്ചതെന്ന് മാഡം എന്നോട് പറയണം, അവർ തമ്മിൽ എന്തെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, എനിക്കിതെങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് അറിയില്ല എന്ന്. അപ്പോൾ വളരെ ദുരന്തം പിടിച്ച അവസ്ഥയാണ് ആ മകളുടെ അവസ്ഥ. പിന്നെ ഈ പറഞ്ഞതുപോലെ മകള് ഡിപ്രഷനിൽ പോകുക, അത് ചാറ്റ് തൂക്കിയതാണ്. അല്ലെങ്കിൽ ഇന്നും ആ റിലേഷൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തു പോകാം, ചിലപ്പോൾ നല്ല കണ്ടിന്യൂ ചെയ്തു പോകും. കാരണം അമ്മ വഴയും കൊടുത്ത് വീണ്ടും വഴയും കൊടുത്ത് അതിങ്ങനെ കാലക്രമേണ നീണ്ടുപോകും. പിന്നെ അവൻ അതിൽ പറയുന്നുണ്ടായിരുന്നു
ഈ പറയുന്ന പോലെ മകളെ വേണ്ട പകരം ഉമ്മ കല്യാണം കഴിക്കുന്നത് എന്താവസ്ഥയാണ് അതും ഈ പറയുന്നവന്മാർക്ക് ചില ഒരു ഫാന്റസി സാധനമാണ്. ഇവന്മാർ കുറച്ച് ദിവസം ഈ പറയുന്ന പോലെ കെട്ടിയ പെണ്ണിനെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിനേക്കാളും സുഖം ചിലപ്പോൾ യുവമാർക്ക് കട്ട് തിന്നുമ്പോൾ കിട്ടും. ആ ഒരു സുഖമായിരിക്കും ഇവൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. നാളെ ഈ ഉമ്മാനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കുറച്ച് ദിവസം ഉമ്മ വൈകിട്ട് അങ്ങ് പോകും. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫാന്റസി, ഒരു ടൈപ്പ് ഫാന്റസി അത്. പക്ഷേ ഈ ഉമ്മ അതിൽ വീഴുന്നതിൽ ഭയങ്കര തെറ്റാണ് അവരുടെ ഭാഗത്തെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മകളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്. അതിൻ്റെ അപ്പുറം വേറെ ക്രൂരത ഈ ഉമ്മ മകൾക്ക് കൊടുക്കാനില്ല. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മകൾക്ക് അവരെ കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയായിട്ട് ഞാനിവിടെ കണക്കാക്കുന്നുള്ളൂ. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി സാധനങ്ങളാണ്. എന്തൊക്കെ പല തരത്തിൽ പല ടൈപ്പിലുള്ള അവിഹിതങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നു അല്ലേ ഗൈസ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.